യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന നിമിഷപ്രിയ എന്ന് പറയുന്ന സഹോദരിക്ക് വേണ്ടി മലയാളികൾ ഒന്നടങ്കം ഒരുമിച്ച് ഒത്തുകൂടുകയാണ്. ആ സഹോദരിക്ക് വധശിക്ഷ ഒഴിവാക്കി കിട്ടാൻ മലയാളികളും അതോടൊപ്പം വാർത്താമാധ്യമങ്ങളും സാമൂഹിക പ്രവർത്തകരും സിനിമാ രംഗത്തെ പ്രശസ്തരും രാഷ്ട്രീയ നേതാക്കളും കേന്ദ്ര സർക്കാരും ഗവർണറും ഇന്ത്യൻ എംബസിയും അങ്ങനെ അടങ്ങുന്ന എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന കാഴ്ച നമ്മളെല്ലാവരും കാണുന്നു. ആ കുടുംബം ദയാദിനം സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ എത്ര വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറായി ഒരുപാട് ആളുകൾ രംഗത്ത് വരുന്നു. നിമിഷപ്രിയയുടെ ഓരോ നിമിഷങ്ങളിലെയും വാർത്തകൾ ലൈവായി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ നിങ്ങൾ അറിയണം, ആരാരും ചോദിക്കാനില്ലാതെ ആരുടെയും സഹായം കിട്ടാതെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ആ ഒരു തൂക്കുമരത്തിലേക്ക് കയറിയ ഷഹസാദി എന്ന് പറയുന്ന വെറും 33 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെക്കുറിച്ച്. ഇന്ന് ആ പെൺകുട്ടി ജീവനോടെ ഇല്ല. ആ പെൺകുട്ടിയെ UAE കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു. നോക്കൂ, നിമിഷപ്രിയയ്ക്ക് വേണ്ടി എത്രമാത്രം ചർച്ചകളാണ് നമ്മുടെ കേരളത്തിലെയും ഇന്ത്യയിലെയും മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ UAEയിൽ വധശിക്ഷയ്ക്ക് കാത്തുകിടന്ന ഷഹസാദി എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അധികം ചർച്ചകളൊന്നും നമ്മുടെ ഇന്ത്യയിലെ മാധ്യമങ്ങൾ കാണിച്ചില്ല എന്നുള്ളതാണ്. ചില മാധ്യമങ്ങൾ മാത്രം, ചില യൂട്യൂബർ മാത്രമാണ് ഈ പെൺകുട്ടിയുടെ വാർത്തയെക്കുറിച്ച് പ്രതികരിച്ചത്. ഞാനും പ്രതികരിച്ചു. ഈ പെൺകുട്ടിയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ പോകുന്നുവെന്നറിഞ്ഞ സമയം മുതൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടക്കത്തിൽ ഞാനൊരു വീഡിയോ ചെയ്തു. എന്നാൽ അധികം നാൾ കഴിഞ്ഞില്ല, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മറ്റൊരു സങ്കടകരമായ വാർത്ത കേട്ടു. ആ പെൺകുട്ടിയുടെ വധശിക്ഷ നടപ്പിലാക്കിയെന്നുള്ള സങ്കടകരമായ വാർത്ത. അന്നും ഞാൻ വളരെയധികം വൈകാരികമായിക്കൊണ്ട് സങ്കടത്തോടുകൂടിയാണ് ആ വിഷയത്തിൽ പ്രതികരിച്ചത്. വളരെയധികം സങ്കടം തോന്നിയിരുന്നു. ആ പെൺകുട്ടി രക്ഷിക്കാൻ, ആ പെൺകുട്ടിക്ക് വേണ്ടി സംസാരിക്കാൻ, ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ ഇടപെടാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എന്തായിരിക്കും കാരണം? അവരൊരു മലയാളി അല്ലാത്തത് കൊണ്ടാണോ? ഇനി അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടി ആയതുകൊണ്ടാണോ? ഇനി അതുമല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അതിലൊരു ഫേമസ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ റീച്ച് ഉണ്ടാക്കാനുള്ള സ്കോപ്പൊന്നും ഇല്ലാത്തത് കൊണ്ടാണോ ആരും ഇതിലിടപെടാത്തത്? ഒരുപക്ഷെ തൻ്റെ മുന്നിൽ കിടക്കുന്ന ആ തൂക്ക് കയറിന് നോക്കി ഒരുപക്ഷെ അവൾ ഇങ്ങനെ ചിന്തിച്ചു കാണണം, എന്തുകൊണ്ടാണ് എനിക്ക് വേണ്ടി ആരും വരാത്തതെന്ന്. നോക്ക്, നിമിഷപ്രിയയെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ ആളുകൾ രംഗത്ത് വരുന്നുണ്ട്. അവളൊരു കൊടും കുറ്റവാളിയാണ്. സാധാരണ പോലെയല്ല കൊലപാതകം ചെയ്തത്, നേരെ മറിച്ച് അതിക്രൂരമായിക്കൊണ്ട് ഒരു മനുഷ്യൻ്റെ ശരീരം വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ നിക്ഷേപിച്ച ഒരു കൊടും കുറ്റവാളിക്ക് വേണ്ടിയാണ് കാന്തപുരം ഉസ്താദും ഇവിടെയുള്ള ആളുകളും അതോടൊപ്പം എല്ലാവരും ഇടപെടുന്നു എന്നുള്ളതിനെക്കുറിച്ച് പല ആളുകളും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നോക്കൂ, തെറ്റ് തന്നെയാണ്. അതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. നിമിഷപ്രിയ കൊലപാതകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% കൊലപാതകി തന്നെയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഇനി ആരൊക്കെ എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചാലും, ആരൊക്കെ ക്രെഡിറ്റ് വാങ്ങാൻ ശ്രമിച്ചാലും, ആരൊക്കെ എന്തൊക്കെ മുറവിളി കൂട്ടിയാലും കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബം അവർ മാപ്പ് കൊടുത്താലല്ലാതെ ആ പെൺകുട്ടിക്ക് വധശിക്ഷയിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഇസ്ലാമിക ശരീഅത്ത് നിയമപ്രകാരം തലാലിൻ്റെ കുടുംബം ആ ബ്ലഡ് മണി വാങ്ങി സ്വീകരിച്ചുകൊണ്ട് ആ പെൺകുട്ടിയെ വിടാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ അമ്മയുടെ വരവിനായി കാത്തിരിക്കുന്ന നിമിഷപ്രിയയുടെ മകൾക്കും തൻ്റെ മകളുടെ വരവിനായി കാത്തിരിക്കുന്ന അമ്മയ്ക്കും ഭർത്താവിനുമൊക്കെ ഒരു സന്തോഷം പകരുന്ന ഒരു വാർത്ത തന്നെയായിരിക്കും. അതെന്തുമായിക്കൊള്ളട്ടെ, പക്ഷേ ഈ ഒരു സഹായങ്ങളും ഇടപെടലുകളുമൊന്നും എന്തുകൊണ്ട് ഷഹസാദിയുടെ കാര്യത്തിൽ നടന്നില്ല? നോക്കൂ, ഷഹസാദിയുടെ വധശിക്ഷ നടപ്പിലാക്കിയത് UAEയിലാണ്. അങ്ങ് യമനിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളിലോ ഒന്നുമല്ല. ഇന്ത്യയുമായി ഏറ്റവും അടുത്ത നയതന്ത്ര ബന്ധമുള്ള UAE എന്ന് പറഞ്ഞ രാഷ്ട്രത്തിലാണ് ആരുടെയും ഇടപെടലുകളില്ലാതെ, ആരുമറിയാതെ ആ പെൺകുട്ടിയെ വധശിക്ഷയ്ക്ക് വിധിച്ചത്. നിമിഷപ്രിയ ചെയ്തതുപോലെ ഒരു മൃതശരീരം വെട്ടുനുറുക്കി കഷ്ണങ്ങളാക്കിയതല്ല ഈ പെൺകുട്ടി ചെയ്ത തെറ്റ്. നേരെ മറിച്ച് താൻ ജോലി ചെയ്തിരുന്ന UAEയിലെ ഒരു ഇന്ത്യക്കാരായ ഒരു കുടുംബത്തിലെ ഒരു കുട്ടി, ആ കുട്ടി മരണപ്പെടുകയും ആ മരണത്തിന് ഉത്തരവാദി ഷഹസാദിയാണെന്ന് ആ കുടുംബം പറയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പെൺകുട്ടിക്ക് വധശിക്ഷ വിധിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തത്. UPയിലെ ബാണ്ട സ്വദേശിയാണ് ഷഹസാദി. കുട്ടിക്കാലത്ത് ഷഹസാദിയുടെ ദേഹമാസകലം പൊള്ളലേറ്റിരുന്നു. ഏതാണ്ട് ശരീരത്തിലെ 80% പൊള്ളലേൽക്കുകയുണ്ടായി. ആ പെൺകുട്ടിയുടെ ചിത്രം കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. കുടുംബവും വല്ലാത്ത പ്രാരാബ്ധത്തിലായിരുന്നു, ഒരു പാവപ്പെട്ട കുടുംബം. അവസാനം ആ പെൺകുട്ടി തൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ,
തൻ്റെ ദേഹത്തുണ്ടായിരുന്ന പൊള്ളലുകൾക്കൊരു പരിഹാരം കണ്ടെത്താൻ, അത് ചികിത്സിച്ച് ഭേദമാക്കണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് ആ പെൺകുട്ടിക്ക് പുറത്തേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിദേശത്തേക്ക് ജോലി കണ്ടെത്തണമെന്നുള്ള ആഗ്രഹമുണ്ടായത്. അങ്ങനെയാണ് 2021 ഷഹസാദി സമൂഹ മാധ്യമങ്ങളിലൂടെ ഹുസൈർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുമായി പരിചയപ്പെടുന്നത്. ഷഹസാദിയെ ഈ ഹുസൈർ എന്ന് പറയുന്നവൻ UAE-യിലുള്ള ഈ ഹുസൈറിൻ്റെ ഒരു കുടുംബക്കാരുണ്ടായിരുന്നു, ഒരു ഇന്ത്യക്കാരാണ്. ആ ദമ്പതികൾക്ക് ഈ ഷഹസാദിയെ അവിടെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അവിടെ കൊണ്ടുപോയതിനു ശേഷം ഷഹസാദിയുടെ ജോലി എന്ന് പറയുന്നത് അവിടെയുള്ള അവരുടെ ഒരു കുഞ്ഞിനെ നോക്കുക എന്നുള്ളതായിരുന്നു. ഏകദേശം 4 മാസം മാത്രം പ്രായമുള്ളൊരു കുട്ടി. ആ കുട്ടിയെ പരിചരിക്കലാണ് ഷഹസാദിയുടെ ജോലി. അങ്ങനെ ഈ കുട്ടി മരണപ്പെടുകയാണ്. വാക്സിനേഷൻ, സാധാരണ കുട്ടികൾക്ക് വാക്സിനേഷനൊക്കെ എടുക്കാറുണ്ട്. ആ വാക്സിനേഷൻ എടുത്തതിൻ്റെ ഭാഗമായിട്ട് അതിനെ തുടർന്നാണ് ആ കുട്ടി മരണപ്പെടുന്നത്. പക്ഷെ ആ കുട്ടിയുടെ മാതാപിതാക്കൾ അത് ഷഹസാദിയുടെ മേൽ കെട്ടിവെച്ചു. ഷഹസാദിയാണ് തങ്ങളുടെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്ന് ആരോപിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ആ പെൺകുട്ടി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നത്. അതിനുശേഷം ഷഹസാദിയുടെ ഉപ്പയും ഉമ്മയും മുട്ടാത്ത വാതിലുകളില്ല. കഴിവിൻ്റെ പരമാവധി ആ പാവപ്പെട്ടവർ അവർ അവരുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു. അവരെക്കൊണ്ട് ആരെയൊക്കെ കാണാൻ കഴിയുമോ അവരെയെല്ലാം ചെന്ന് കണ്ടു. പക്ഷേ യാതൊരുവിധ ഫലവും ഉണ്ടായില്ല. തങ്ങളുടെ മകളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വാവിട്ട് പൊട്ടിക്കരഞ്ഞ ആ ഉമ്മയുടെയും ഉപ്പയുടെയും ചിത്രങ്ങൾ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. തൻ്റെ മകളുടെ അവസ്ഥ എന്താണെന്നറിയാൻ വേണ്ടി പാവപ്പെട്ട ആ ഷഹസാദിയുടെ ഉപ്പ കോടതിയെ സമീപിച്ച സമയത്താണ് തൻ്റെ മകളെ വധിച്ചുവെന്നുള്ള അല്ലെങ്കിൽ ആ വധശിക്ഷ നടപ്പിലാക്കിയെന്നുള്ള ആ വാർത്ത പോലും അറിയുന്നത്. ഫെബ്രുവരി 15-നാണ് ഷഹസാദിയുടെ വധശിക്ഷ നടപ്പിലാക്കിയത്. പക്ഷേ ആ വധശിക്ഷ നടപ്പിലാക്കിയെന്നുള്ള ഔദ്യോഗികമായ വിവരം ഇന്ത്യൻ എംബസി അറിയുന്നത് ഫെബ്രുവരി 28-നാണ്. നിങ്ങൾ നോക്കൂ, ഇത്രത്തോളം ദിവസം ഗ്യാപ്പുണ്ട്. ആ പെൺകുട്ടിയുടെ ഉപ്പ പോലും അറിയുന്നത് ആ സമയത്താണ്. നോക്കൂ, എത്രത്തോളം സങ്കടകരമായ ഒരു കാര്യമാണ്. അതിനുശേഷം ഇന്ത്യൻ എംബസിയൊക്കെ ഇടപെട്ടുകൊണ്ട് ഷഹസാദിയുടെ ഉപ്പയ്ക്ക് UAE-യിലേക്ക് പോകാൻ, അവരുടെ മകളുടെ അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും അവർ അത് സ്വീകരിച്ചില്ല. ഞങ്ങളുടെ മകളെ എന്തായാലും തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. അവിടെ ഇനി പോയിട്ട് എന്ത് കാര്യമാണുള്ളത്? അവൾ അവിടെ തന്നെ സുഖമായി കിടന്നുറങ്ങട്ടെ. ഇതായിരുന്നു ആ മാതാപിതാക്കളുടെ വാക്കുകൾ. ഫെബ്രുവരി 15-ന് 12-നും 12:30-ക്കും ഇടയിലാണ് അവസാനമായി ഷഹസാദി തൻ്റെ മാതാപിതാക്കളോട് സംസാരിച്ചത്. അവൾ അവസാനമായി പറഞ്ഞത് ഇങ്ങനെയാണ്: ഹമാരെ ടൈം ഖത്തം ഹോ ഗയാ പപ്പ, ഉൻഹോനെ ഹമേ ദോസ്രേ കാമറേ മേം ഷിഫ്റ്റ് കർ ദിയാ ഹെ, ടൈം നഹി ഹെ ഹമാരെ പാസ്. അതായത്, എൻ്റെ സമയം കഴിഞ്ഞു. ജയിലധികാരികൾ എന്നെ മറ്റൊരു സെല്ലിലേക്ക് മാറ്റി. എനിക്ക് സമയമില്ല. ഇനിയിപ്പോൾ കേസും കൂട്ടവുമൊന്നും വേണ്ട. ശത്രുതയൊക്കെ കളയൂ, സമാധാനത്തോടെ ഇരിക്കൂ. എനിക്കിപ്പോൾ സമാധാനം മാത്രമാണ് വേണ്ടത്. ഇതായിരുന്നു നിസ്സഹായയായ, ആരും സഹായിക്കാനില്ലാതെ തൂക്കുമരത്തിലേക്ക് കയറുന്ന സമയത്ത് ആ പെൺകുട്ടിയുടെ വാക്കുകൾ. നിമിഷപ്രിയയും അബ്ദുറഹീമിനെയും രക്ഷിക്കാൻ വേണ്ടി, അതിനുവേണ്ടി കഠിന പ്രയത്നം ചെയ്യുന്ന, എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യാൻ കഴിയുന്ന ആളുകളോടാണ്. ക്രെഡിറ്റ് വാങ്ങിക്കാൻ വേണ്ടി മാത്രമാവരുത് നിങ്ങളുടെ ഇടപെടലുകൾ. പ്രശസ്തിക്ക് വേണ്ടി മാത്രമാകരുത് നിങ്ങളുടെ ഇടപെടലുകൾ. നിമിഷപ്രിയെ പോലെ തന്നെ ഷഹസാദിയും ഒരു പെൺകുട്ടിയായിരുന്നു. അവളും ഒരു മനുഷ്യനാണ്.